നമ്മൾ സ്ട്രൈറ്റ് ബാറ്റ് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ LBW ആവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. വിക്കറ്റിലെ ബൗൺസ് വളരെ കുറവാണ്. അങ്ങനെയുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും വിക്കറ്റ് എറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ബാറ്റ്സ്മാൻമാരെ പലരെയും നമുക്ക് ഔട്ടാക്കാൻ പറ്റും. ബോംബെ അവരുടെ രണ്ട് മാച്ചിൽ ഒരു മാച്ച് ജയിക്കുകയും ഇതിന് മുന്നേ കളിച്ച 2 മാച്ചിൽ ഒരു മാച്ച് ജയിക്കുകയും ഒരു മാച്ച് ടൈയുമായി അങ്ങനെ ഒരു 3 പോയിൻ്റ് ഉള്ളതുകൊണ്ട് അവരാണ് പോയിൻറ്റ്സ് ടേബിളിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും അവർക്കൊരു കോൺഫിഡൻസ് കാണും. പക്ഷേ ഇന്നത്തെ ഈ 50,000 വരുന്ന കാണികളുടെ സപ്പോർട്ടോടുകൂടി കേരള സ്ട്രൈക്കേഴ്സ് അവരുടെ കളിയുടെ ഒരു നല്ലൊരു പെർഫോമൻസ് ലെവലിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്ലേയേഴ്സിൻ്റെ ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആശാവഹമാണ്. പിന്നെ അതുമാത്രമല്ല ഇന്നത്തെ ക്രൗഡിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ നാനാ തുറകളിലുള്ള പ്രമുഖ വ്യക്തികളും ഇന്നത്തെ കളി കാണാൻ വന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തീർച്ചയായും അവരുടെ ഈ പ്രസൻസ് പ്ലേയേഴ്സിനെയും കാണികളെയും ഒന്നടങ്കം അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കേരള സ്ട്രൈക്കേഴ്സ് അവരുടെ 2ാമത്തെ മാച്ചിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു വിജയം നേടിക്കൊണ്ട് കാണികളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും അവർ എടുക്കുന്ന തോന്നുന്നത്. അവിടെ ഒരു ബോള് വളരെ ക്യാച്ച് എടുത്തിരിക്കുകയാണ്. അങ്ങനെ മുംബൈ സ്ട്രൈക്കേഴ്സിൻ്റെ 5ാമത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സൈജു കുറുപ്പിൻ്റെ ബോളിങ്ങിൽ വിക്കറ്റ് പോയിരിക്കുകയാണ്. അഞ്ചാമത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപൂർവ കോട്ടൺ ബോൾ സൈജു കുറുപ്പ് 1 റണ്ണ് 3 ബോളിൽ 1 റൺ എടുത്തുകൊണ്ട് അങ്ങനെ 5ാമത്തെ വിക്കറ്റ് നേടിയിരിക്കുകയാണ് കേരള ടൈഗേഴ്സ്. അപൂർവ ഒരു കൂറ്റനടിക്ക് ട്രൈ ചെയ്തതും സൈജു കുറുപ്പിൻ്റെ കയ്യിൽ ഏറ്റവും സേഫായിട്ട് വളരെ മികച്ച രീതിയിൽ ആ കോട്ടൺ ബോൾഡ് അദ്ദേഹം പിടിച്ചിരിക്കുകയാണ്. സൈജു കുറുപ്പിൻ്റെ ആദ്യ വിക്കറ്റ് 71 ഇരിക്കുന്ന ആ ഒരു പ്രതീതിയാണ്. സൈജു കുറുപ്പിൻ്റെ വീണ്ടും മികച്ച ഒരു ബോളിംഗ് പ്രകടനം നമുക്ക് കാണാൻ സാധിക്കുന്നു. മുംബൈ ഹീറോസ് 12.2 ഓവർ പിന്നിട്ടപ്പോൾ 71 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ. പുതിയതായിട്ട് ബാറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഷബീറാണ്. റൺസ് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും റിതേഷ് 9 റൺസോടുകൂടി ബാറ്റ് ചെയ്യുന്നു. 17 പന്ത് നേരിട്ട് റിതേഷ് 9 റൺസും പുതിയതായിട്ട് വന്നിട്ടുള്ള ഷബീർ നോൺ സ്ട്രൈക്ക് റെൻഡിൽ ബാറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എടുത്തു പറയേണ്ടത് റൺ റേറ്റിൻ്റെ ഒരു കാര്യമാണ്. തുടക്കത്തെ 7-ലധികം റൺസ് നേടിക്കൊണ്ടിരുന്ന മുംബൈ ഹീറോസ് ഇപ്പോൾ 5.6 എന്ന നിലയിലോട്ട് കുറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ബിനീഷ് കോടിയേരിയുടെയും അതുപോലെ തന്നെ സൈജു കുറുപ്പ്, വിവേക് ഗോപൻ എല്ലാവരും മികച്ച രീതിയിൽ ബോൾ ചെയ്തെന്ന ആ ഒരു പ്രകടനം. സൈജു കുറുപ്പിൻ്റെ പന്ത് പോയിന്റിലോട്ട് അടിച്ച് 72 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ഹീറോസ്. ബോളർമാർ വളരെ ശക്തമായിട്ട് ആദ്യ പവർ പ്ലേക്ക് ശേഷം അവരുടെ ബോളിംഗ് പ്രകടനം ഏറെ മെച്ചപ്പെടുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഷബീർ, സൈജു കുറുപ്പിൻ്റെ പന്ത് സ്ക്വയർ ലെഗിലോട്ട് ഫ്ലിക്ക് ചെയ്ത് തൻ്റെ ആദ്യ റൺ നേടിയിരിക്കുന്നു. മുംബൈ ഹീറോസ് 13 ഓവർ പിന്നിട്ടപ്പോൾ 73 റൺസിന് 5 വിക്കറ്റ് നഷ്ടത്തിൽ. Amma Kerala Strikers in the most beautiful and one of the most beautiful Lakshmi Rai aanu nammade kude ulladu. She is the brand ambassador. So since you are such a beautiful face for Amma Kerala Strikers, how do you feel supporting them? I think myself and as a team, I think we both complement each other because it's a beautiful team as well. So I'm so happy, and I'm so happy to see the crowd cheering up Kerala Striker and its houseful stadium. More than that, it's just cheering up, it's just boosting. It's such a wonderful feeling. Okay, ഇന്നലത്തെ മാച്ചിൽ Kerala Strikers lost to Chennai Rhinos, but has that lost your confidence? Not really. It's part and parcel of the game. It's
it's T20, anything is possible because it's a game and we all are here to enjoy. And at the same time, brand ambassadors are here to cheer our team. There are ups and downs. There's no team that all the games it has won. So we have lost the first game and we are back with a lot of spirit today. Well, I've asked the same question to Bhavna. How is it watching your co-stars on the ground playing cricket? Don't ask me. It's something a new feel. But entertainment and sports are always, in terms of related, it's balancedly related. So it's different, it's new for us to see. And moreover, our own co-stars playing here on the field and seeing them being a cricketer is an amazing feeling. One last question. Who is the most passionate celebrity cricketer of Amma Kerala Strikers? I said Lal sir. Lal sir. All right. Thank you so much, Lakshmi. Keep cheering. And would you like to cheer for them once here? Kerala Strikers are go-getters. Thank you so much. Thank you so much. Over to the commentators. ബിനീഷ് കോടിയേരിയുടെ 14ാമത്തെ ഓവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുംബൈ ഹീറോസ് അവരുടെ 5 വിക്കറ്റ് നഷ്ടത്തിൽ 75 റൺസ് എടുത്തിരിക്കുകയാണ്. നമ്മളിവിടെ കാണുന്നത് അമ്മാസ് കേരള സ്ട്രൈക്കേഴ്സ് ഓരോ ബോളും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് കേരള ഫീൽഡേഴ്സിനെ കണ്ടമാനം അത് അവരെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് തീർച്ചയാണ്. അതേ സമയത്ത് അവസരം കിട്ടുന്ന ഓരോ അവസരവും നഷ്ടപ്പെടുത്താതെ മുംബൈ ഹീറോസ് അവരുടെ റൺസ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് വളരെ ഭംഗിയായി ഓടിക്കൊണ്ട് റൺസ് എടുക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 5 വിക്കറ്റിന് 78 റൺസ് എന്ന നിലയിലാണുള്ളത്. ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത് റിതേഷും ഷബീറുമാണ്. റിതേഷ് 11 റൺസും ഷബീർ 4 റൺസും എടുത്ത് ബാറ്റ് ചെയ്യുകയാണ്. സൈജു കുറുപ്പും ബിനീഷ് കോടിയേരിയും വളരെ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. വിക്കറ്റിൻ്റെ ബൗൺസും അവരെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതേസമയത്ത് വളരെ നല്ലൊരു ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് റണ്ണിങ്ങിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അത് തീർച്ചയായിട്ടും കേരള സ്ട്രൈക്കേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലത്തെ മാച്ചിൽ 115 റൺസ് എടുത്തതിന് ശേഷം അവർ ബോൾ ചെയ്ത സമയത്ത് 28 എക്സ്ട്രാസ് കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതൊരിക്കലും ആവർത്തിക്കരുത്. ഈ 20 ഓവേഴ്സിൽ ഓരോ ബോളും ഓരോ റണ്ണും വളരെയധികം നിർണായകമാണ്. ഒരു ഡോട്ട് ബോൾ പ്രത്യേകിച്ച് ഇതേ അവസരത്തിൽ ആ മിഡ് ഓവേഴ്സിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതൊരു സപ്പോർട്ടുള്ളൊരു കാര്യമാണ്. ബിനീഷ് അദ്ദേഹത്തിൻ്റെ ബോളിങ്ങിലുള്ള അവസാനത്തെ ബോൾ എറിയുകയാണ്. അത് മിഡ് ഓഫിലേക്ക് കളിച്ചു. വളരെ ഭംഗിയായിട്ട് ഒരു റൺ എടുത്തിരിക്കുന്നു. 5 വിക്കറ്റിന് 81.